പരിഹരിക്കാൻ മന്ത്രി ഗണേഷ് കുമാർ അങ്കമാലിയിൽ സന്ദർശനം നടത്തി. ഹോട്ടലിൻ്റെ അകത്തൊന്നും നല്ല വൃത്തിയൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു ഭക്ഷണശാല കണ്ടത് വൃത്തിയുള്ളതല്ല, പക്ഷേ അതിൻ്റെ കാലാവധി അവസാനിച്ചു. അത് KSRTC CMD പുതിയ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. പുതിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് കൊടുക്കണം. വേറെ 2 ജില്ലകളിൽ ഹോട്ടൽ നടത്തി പരിചയസമ്പന്നരായ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. ഇനി ക്യാൻറ്റീൻ ലോബിയുടെ കൂടെ ഇല്ല, ക്യാൻറ്റീൻ ലോബിക്കൊന്നും കൊടുക്കത്തില്ല. നല്ല വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുന്ന സ്വന്തമായി 2 ജില്ലകളിലെങ്കിലും ഹോട്ടൽ നടത്തി പേരെടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. ഈ KSRTC പരിസരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കാനാണ് അത് ഞങ്ങൾ നോക്കി MLA ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഈ ട്രാഫിക്ക് നോക്കാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം വിളിച്ച് വന്നു. ഈ ആടിൻ്റെ ചില സ്ഥലങ്ങളിൽ താന്നു പോയിട്ട് അവിടെയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. മൊത്തം മാറ്റാനൊക്കത്തില്ല. അത് KTDFCയുടെ KSRTCയുടെ അല്ല. മൊത്തം മാറ്റാൻ വേണ്ടി നമ്മളിത് ഒന്ന് റെക്ടിഫൈ ചെയ്ത് കോൺക്രീറ്റ് റെഡിയാക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് PWD ബിൽഡിങ്സിനെ കൊണ്ട് എടുപ്പിക്കും. റോഡ്സ് ഓഫ് ബിൽഡിങ്സ് ആരെങ്കിലും എടുത്ത് തന്നാലുടനെ അദ്ദേഹം കുറച്ച് പൈസ MLA ഫണ്ട് തരും. തികയാത്ത പൈസ KSRTC. നമ്മൾ KSRTC എത്ര പൈസയൊന്നുമില്ല, എന്നാലും നമുക്ക് KSRTCയുടെ അല്ല. സ്ഥലം KTDFC കൊടുത്തിരിക്കുകയാണ്. അവിടെയും പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരെങ്കിലും പൈസ ഇല്ല. അവരോട് നന്നാക്കാൻ പറഞ്ഞാൽ അവരെങ്കിലും പൈസ ഇല്ല. ചില മൈനർ വർക്കുകളൊക്കെ ചെയ്യും. ഇവിടുത്തെ ഗതാഗത കുരുക്കുകളെ ഈ ലീക്കുകളൊക്കെ മനുഷ്യൻ കാണുന്ന സ്ഥലത്ത് ഈ കക്കൂസിൻ്റെ കൂടെ കൊണ്ട് അങ്കമാലിലെ ഗതാഗത കുരുക്കുകളെ കുറിച്ച് അതിന് നമ്മൾ ഈ ലൈറ്റിൻ്റെ ടൈം കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അങ്കമാലി ബസ് സ്റ്റേഷനിൽ കയറുന്ന ആ ലൈറ്റ് മുതൽ അങ്കമാലി ജംഗ്ഷൻ വരെയുള്ള എല്ലാ ഇടതുവശ പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. കാരണം ആ പാർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരു റോഡിന് ഇച്ചിരി ഡാമേജ് ഉണ്ട്. അത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പെരുമ്പാവൂർ റോഡിൽ ലെഫ്റ്റ് ടേൺ ചെയ്ത് പോകാനൊരു അവസരം കൊടുത്തു. ബാക്കി നേരമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടികൾ സ്ട്രൈറ്റായിട്ട് ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇത് വർഷങ്ങളായിട്ട് വാഗ്ദാനം ചെയ്യുന്നതാണ്. നോക്കട്ടെ, ഇപ്പോഴും അങ്കമാലിക്കാർക്കൊരു ബൈപ്പാസ് ഇപ്പോഴും കിട്ടാകനിയായിട്ട് കിടക്കാം. അതൊക്കെ പിന്നെ ബൈപ്പാസ് നമ്മുടെ പരമ്പരയിൽപ്പെട്ടവർക്ക്, അടുത്ത പരമ്പരയിൽപ്പെട്ടവർക്ക് പോകാൻ പറ്റട്ടെ. ഇതൊക്കെ കേരളമല്ലേ. ബൈപ്പാസിന് സ്ഥലമെടുക്കലൊക്കെ എളുപ്പമുള്ള കാര്യമാണോ? അതൊക്കെ അത് നമ്മൾ കർശനമായ നിർദ്ദേശം CMD കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു 2-3 ആഴ്ചക്കുള്ളിൽ ഈ വണ്ടികൾ ഒരുപാട് ഡാമേജൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ റിപ്പയർ ചെയ്ത് റെഡിയായിക്കൊണ്ടിരിക്കുക. കൃത്യമായ സമയത്ത് വണ്ടി പുറപ്പെട്ടിരിക്കണം എന്ന് ATOമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവരുടെ പേര് നടപടിയെടുക്കാൻ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നീങ്ങിക്കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും ഈ വന്നു പോകുന്ന വണ്ടികൾ നോക്കാൻ ആളെ ഇരുത്താൻ പറ്റും. തൽക്കാലം ഒരു 6 മാസം കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തിരുവനന്തപുരത്തിരുന്ന CMDക്ക് അറിയാൻ പറ്റും ഏത് വണ്ടി സമയത്തിന് പോയില്ല, ഏത് പോയി എന്നറിയാം. ഓരോ സ്റ്റേഷനിലും വണ്ടി കയറുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതിന് പകരം ഇപ്പോൾ മാനുവലായിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ടൈം ഷെഡ്യൂൾ അവരെഴുതും, ഡിലേ ഉണ്ടെന്ന് പറയാം. ഇനി വണ്ടി ഉണ്ടായിട്ടും ആളുകൾ കയറിയിരുന്നിട്ടും സമയത്ത് വണ്ടി വിടാത്തവരുടെ പേരിൽ നടപടി. പോലീസിനോട് ഞാൻ പറയാം ഒന്ന് കയറി ഇറങ്ങാൻ പറയാം.
എല്ലാ പൊതുസ്ഥലങ്ങളിലും അങ്ങനെയാണ്. KSRTC ഹബ്ബ് എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. KSRTC ഹബ്ബ് അതിനെപ്പറ്റി ഒന്നും റെക്കോർഡിക്കലായിട്ടൊന്നും കണ്ടിട്ടില്ല. ആരോ പറഞ്ഞു എന്ന് പറയുന്നു, പക്ഷേ റെക്കോർഡിക്കലി KSRTC അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ല. ഇവിടെ ഒന്നാമത് ഈ കുരുക്കൊന്നും ചെയ്യട്ടെ, ഹബ്ബും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ വണ്ടികളും കൂടി ഇവിടെ കിടന്ന് എല്ലാവരും കൂടുതൽ കുഴപ്പമാവും. ഇപ്പൊ കരപ്പറമ്പ് പാലത്തിന്റെ അവിടെ ഇപ്പൊ കുറെ ഭാഗം ഇടിഞ്ഞു പോയിട്ടുണ്ട്, അത് കണ്ടായിരുന്നോ ഈ യാത്രയില്? അത് വയലശക്കാർ പണി തുടങ്ങി, ഓൾറെഡി അവിടെ പണി തുടങ്ങി. അവിടെ റെഡിയാവും. അവിടുത്തെ കുരുക്കഴിയുന്നോടി അങ്കമാലിയിൽ കുറേ ആളുകൾ അങ്ങോട്ടങ്ങ് പോകും. ഏതായാലും ആലപ്പുഴ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടെല്ലാം ഇച്ചിരി വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടില്ലല്ലോ നിലവില്. അവിടെ ഈ പിടിഞ്ഞു പോയോടത്ത് നാഷണൽ ഹൈവേക്കാർ ചെയ്യേണ്ടതില്ലേ? അത് ചെയ്യുന്നുണ്ടെന്ന് അവിടെ ഓൾറെഡി വർക്ക് തുടങ്ങി.